ആത്മതപനത്തിലൂടെയും പ്രാർത്ഥനാ അനുഭവങ്ങളിലൂടെയും ആത്മഫലങ്ങൾ വിശ്വാസികളിൽ നിറച്ച് ഒരു വലിയ നോമ്പുകാലം കൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. പരിശുദ്ധ സഭയോടൊപ്പം ഞങ്ങളുടെ മാറപ്രം ഇടവകയും ഈ നോമ്പുകാലത്തെ ആത്മീയ ഒരുക്കങ്ങൾ കൊണ്ട് പുണ്യപൂരിതമാക്കി. ഹായ്, ഞാൻ അന്ന ജോൺ. വെൽക്കം ടു മൈ വ്ലോഗ്. വലിയ നോമ്പിലെ 36-ാം ദിവസം അഥവാ 6-ാമത്തെ ഞായറാഴ്ചയായിരുന്നു പ്രാർത്ഥനാ സംഗമത്തിന്റെ സമാപന ദിവസം. ഞങ്ങൾ സ്നേഹത്തോടെ മോനങ്ങൾ എന്ന് വിളിക്കുന്ന ചേലമറ്റത്തിൽ കുരുളസ്കരയുടെ വീട്ടിൽ വെച്ചായിരുന്നു പ്രാർത്ഥന നടന്നത്. എന്റെ വീഡിയോസ് കാണുന്നവർക്ക് റോണിയമ്മാച്ചന്റെയും ടോണിയമ്മാച്ചന്റെയും പപ്പ എന്ന് പറഞ്ഞാലായിരിക്കും പെട്ടെന്ന് മനസ്സിലാവുക. അന്നത്തെ പ്രസംഗം നയിച്ചത് ശ്രീ ചെറിയാൻ വർഗീസ് സാറാണ്. ഹീസ് എ റിനോൺ ലൈഫ് കോച്ച് ആൻഡ് എ മോട്ടിവേഷണൽ ട്രെയിനർ. ഒരു ആത്മീയ ധ്യാനത്തിൽ എന്നതിലുപരി നമ്മുടെ മൈൻഡ് സെറ്റിനെ കുറിച്ചും നമ്മൾ ജീവിത രീതിയിലും മറ്റുള്ളവരോടുള്ള സമീപനത്തിലും എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം എന്നാണ് അദ്ദേഹം മെയിൻ ആയിട്ട് പറഞ്ഞത്. മിക്ക കാര്യങ്ങൾ നർമ്മങ്ങളിലൂടെയും ചെറു കഥകളിലൂടെയാണ് അദ്ദേഹം അവതരിപ്പിച്ചത്. ഒരു ഇന്ററാക്റ്റീവ് ക്ലാസ് സെഷൻ ആയിരുന്നു. കൂടി വന്ന എല്ലാവരും മനസ്സ് നിറഞ്ഞു ചിരിച്ചു. മറ്റ് 4 ആഴ്ചകളിലും ബഹുമാനപ്പെട്ട വൈദികർ പകർന്നു തന്ന ആത്മീയ ബലപ്പെടുത്തലിനോടൊപ്പം സാറിന്റെ ക്ലാസ് കൂടെ ആഡ് ചെയ്യുമ്പോൾ നമ്മുടെ സ്പിരിച്വൽ ആൻഡ് സോഷ്യൽ കമ്മിറ്റ്മെന്റ്സിനെ ഊട്ടിയുറപ്പിക്കാൻ സാധിക്കും. നമ്മുടെ ഇടവകയിലെ പ്രാർത്ഥനാ സംഗമത്തിന് പിന്നിൽ പ്രവർത്തിച്ചത് ഞങ്ങളുടെ യുവജന പ്രസ്ഥാന അംഗങ്ങളാണ്. നോമ്പിനെ കുറിച്ചും ഉപവാസത്തെക്കുറിച്ചും വളരെയേറെ സംശയങ്ങളുള്ള ഒരു തലമുറ ഈ ഇടവകയിലെ യൂത്ത് എന്ത് കാര്യപ്രാപ്തിയോടുകൂടിയാണ് ഈ അറേഞ്ച്മെന്റ്സ് ഒക്കെ ചെയ്യുന്നത് എന്നത് എനിക്കും കൂടി അഭിമാനത്തോടെ പറയാൻ സാധിക്കുന്ന കാര്യമാണ്. സാറിന്റെ മോട്ടിവേഷണൽ സ്പീച്ച് കേട്ടിട്ടാണെന്ന് തോന്നുന്നു എല്ലാവരും ഒത്തിരി നേരം വർത്താനമൊക്കെ പറഞ്ഞിട്ടാണ് പിരിഞ്ഞുപോയത്. ജീവിതത്തിന്റെ തീച്ചുളയിലൂടെ നടന്നു പോകുമ്പോഴും ജെറുസലേമിന്റെ പാതയോരങ്ങളിൽ വിലപിക്കുന്നവരെ ആശ്വസിപ്പിച്ച ക്രിസ്തു ആട്ടെ എപ്പോഴും നമ്മുടെ ശക്തി. ഞങ്ങളുടെ കാവൽ പിതാവായ മാർ അബ്രഹാമിന്റെ വാക്കുകൾ ഇവിടെ ഒന്ന് കുറിക്കട്ടെ. പ്രാർത്ഥന, നോമ്പ്, ദാനം ഇവ 3 ആത്മാവിന്റെ തൂണുകളാണ്. ഇവയിൽ ഒന്ന് വിട്ടുപോയാൽ ആ ഗൃഹം ദുർബലമാക്കും.